ശ്രീനിവാസൻ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓരോ മലയാളിയുടെയും ചുണ്ടിലൊരു ചിരി വിടരും. പക്ഷെ ആ ചിരിക്കൊടുവിൽ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്തൊരു അത്ഭുതമായിരുന്നു ഓരോ ശ്രീനിവാസൻ രചനകളും. അതങ്ങനെയാണ് മലയാളിക്ക് ശ്രീനിവാസൻ വെറുമൊരു നടനോ തിരക്കഥാകൃത്തോ ആയിരുന്നില്ല. മലയാള സിനിമയിലെ സർവം തികഞ്ഞ സൂപ്പർ താരങ്ങൾക്കിടയിൽ നായക സങ്കല്പങ്ങളെ ഉടച്ചു വാർത്ത് സാധാരണക്കാരൻ്റെ ശബ്ദമായി മാറിയ നായകൻ. ദശകങ്ങളോളം മലയാള സിനിമയുടെ വിരുമാറിൽ ആക്ഷേപഹാസ്യത്തിൻ്റെ വിത്തുകൾ പാകിയ ആ വലിയ കലാകാരൻ വിടവാങ്ങുമ്പോൾ ആ വിടവ് നമുക്കൊരിക്കലും നികത്താനാകുന്നതുമല്ല. ശ്രീനിവാസൻ സിനിമാറ്റിക് യൂണിവേഴ്സിലെ പ്രധാനപ്പെട്ട ഏടുകളിലൊന്നാണ് മറവത്തൂർ കനവ്. മലയാളത്തിന് എക്കാലത്തും മികച്ച ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകൻ്റെ ഒരു അരങ്ങേറ്റ ചിത്രം കൂടിയാണത്. മറ്റാരുമല്ല, ശ്രീ ലാൽ ജോസ്. ശ്രീ ലാൽ ജോസ് ആണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം നമ്മുടെ വേദിയിലേക്ക്, ഫ്ലോറിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ ലാൽ ജോസ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശ്രീ ലാൽ ജോസ്, ഇപ്പോൾ നമ്മളെയൊക്കെയും സംബന്ധിച്ച് മലയാളക്കരെ ഒന്നാകെ ദുഃഖത്തിലാട്ടിയിരിക്കുന്ന സംഭവമാണ്, നിമിഷങ്ങളാണ്. പക്ഷേ ആ ദുഃഖത്തിനിടയിലും ആഴത്തിലും സന്തോഷത്തിലും ശ്രീനിവാസന്റെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നു മലയാളികൾ ഓരോരുത്തരും. ശ്രീ ലാൽ ജോസിന്റെ കരിയറിലെ ആദ്യ ഔദ്യോഗിക ശ്രീനി ടച്ച്, അത് മറവത്തൂർ കനവാകുന്നത് എങ്ങനെയാണ്? ഞാൻ വധു ഡോക്ടറാണ് എന്ന് പറയുന്ന സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സിനിമയിൽ ശ്രീനേട്ടനും അഭിനയിക്കുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ കമൽ സാറിന്റെ കൂടെ പാവം പാവം രാജകുമാരൻ എന്ന് പറയുന്ന സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് ശ്രീനേട്ടനെ പരിചയപ്പെടുന്നത്. കമൽ സാറും ശ്രീനേട്ടനും ചേർന്നിട്ടുള്ള മഴയത്ത് മുൻപേ എന്ന് പറയുന്ന സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്ന ഒരു സമയം, അത് ഏതാണ്ട് ഒരു കൊല്ലം നീണ്ടു നിന്നു അതിന്റെ ഡിസ്കഷൻ. ആ സമയത്ത് അപ്പൊ കമൽ സാറിന് സിനിമകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പുറത്ത് ചില സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോയത്. അപ്പൊ ശ്രീനേട്ടൻ ഈ വധു ഡോക്ടറാണെന്ന് പറയുന്ന സിനിമ കെ ഹരിദാസ് സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പരിചയക്കാരാണ്. അപ്പൊ ആ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ നിർമ്മാതാക്കളായ അലക്സാണ്ടർ മാത്യു പൂയപ്പള്ളിയും ഡോക്ടർ ജെയിംസ് ബ്രൈറ്റ് എന്ന് പറഞ്ഞ ആളും, അവർ രണ്ടുപേരും എന്നോട് അവരുടെ അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. പൂയപ്പള്ളി ഫിലിംസ് എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ശ്രീനേട്ടന്റെ ഒക്കെ ഒരു തിരക്കഥ കിട്ടുകയെന്നുണ്ടെങ്കിൽ ആലോചിക്കാമെന്നല്ലാതെ ഇപ്പൊ എനിക്ക് എടുത്തു ചാടി സംവിധാനം ചെയ്യാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് അന്ന് വൈകുന്നേരം ശ്രീനേട്ടനായിട്ട് മീറ്റ് ചെയ്തപ്പോ ശ്രീനേട്ടനോട് ചോദിച്ചു, ഞങ്ങളുടെ അടുത്ത സിനിമയ്ക്ക് തിരക്കഥ തരാമോ എന്ന്. അപ്പൊ ശ്രീനേട്ടൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ നല്ല സൗഹൃദമുണ്ട്, അതൊക്കെ ഓക്കെയാണ്, പക്ഷെ തിരക്കഥ എഴുതണമെങ്കിൽ സംവിധായകൻ ആരാണെന്ന് അറിയണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഈ സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസിനെയാണ് ഞങ്ങള് സംവിധായകനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ലാലു ആണോ? ലാലു ആണെങ്കിൽ ഞാൻ എഴുതാം, അവന് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ആ വാക്കാണ് എനിക്കും ധൈര്യം തരുന്നത്. ആ വാക്കാണ് ഞാൻ സംവിധായകനാവാൻ കാരണം. ഓക്കെ, ശ്രീ ലാൽ ജോസ്, ഇപ്പം ഒരേ ഇൻഡസ്ട്രിയിലെ സഹപ്രവർത്തകർക്ക് അപ്പുറം ഒരു സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമാകുമ്പോൾ ഒരു നാണയത്തിന്റെ ഇരുവശം എന്ന പോലെ പ്രവർത്തിക്കണം അല്ലേ? അപ്പം ആ ഘട്ടത്തിൽ രണ്ടുപേർക്കും അഭിപ്രായങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകും. ശ്രീനിവാസൻ എന്നൊരു തിരക്കഥാകൃത്ത്, അത് ലാൽ ജോസിന് ആരായി അനുഭവപ്പെട്ടിരുന്നു? ശ്രീനേട്ടൻ എല്ലാ കാലത്തും എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. എന്നെ ആദ്യം വിശ്വസിച്ച ഒരാളാണ്. ഞാനുമായിട്ട് ആകെ ഒരു സിനിമ അതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളൂ, പാവം പാവം രാജകുമാരൻ. പിന്നെ ഈ മഴയത്ത് മുൻപേടെ ഡിസ്കഷൻ സമയത്ത് ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങള് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് വധു ഡോക്ടറാണെന്ന് പറയുന്ന ആ സിനിമയിലാണ്. അപ്പൊ ആ കുറഞ്ഞ ഇടപഴകലില് അദ്ദേഹം എന്നെ വിശ്വസിച്ചു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അന്നും ഇന്നും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായിരിക്കും അദ്ദേഹം എന്നിൽ കണ്ടിട്ടുണ്ടാവുക എന്നുള്ളതൊരു വലിയ അത്ഭുതമാണ്. പിന്നീട് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം 2 വർഷം നീണ്ട ഡിസ്കഷൻസ് ആണ്. അദ്ദേഹം അഭിനയിക്കാൻ പോകുന്ന സിനിമകളുടെ സെറ്റിലൊക്കെ ഞാൻ പോകും. അദ്ദേഹം 54 സിനിമകൾക്കാണ് ഔദ്യോഗികമായിട്ട് തിരക്കഥ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ കാലത്ത് അദ്ദേഹത്തെ പ്രധാന വേഷത്തിൽ അഭിനയിക്കാൻ വിളിക്കുന്ന സിനിമകളുടെ എല്ലാം തിരക്കഥയിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. അപ്പൊ എല്ലാ സിനിമയുടെ സെറ്റിലും എന്നെ
നമുക്ക് ഡിസ്കസ് ചെയ്യാം, കഥ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് വിളിക്കും. ഞാൻ അവിടെ റൂമിൽ വെറുതെ ഇരിക്കും. അദ്ദേഹം ആ സിനിമയുടെ തിരക്കഥാ രചനയിൽ ഏർപ്പെടും, തിരക്കഥയിൽ ഇടപെടും. അങ്ങനെ പല സിനിമകളുടെ സെറ്റിലും പോയിരുന്നു. ആ 2 വർഷക്കാലം ഞാൻ നിരന്തരം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഒറ്റപ്പാലത്ത് അദ്ദേഹം ഗ്യാപ്പ് ടൈമിൽ ഒറ്റപ്പാലത്ത് വരും. ഒറ്റപ്പാലത്ത് ഒരു ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കും, ഡിസ്കസ് ചെയ്യും. ഒരുപാട് കഥകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഞാനും അലക്സാണ്ടർ മാത്യു എന്ന് പറയുന്ന അതിന്റെ പ്രൊഡ്യൂസറും ഞങ്ങൾക്ക് അറിയുന്ന കഥകൾ മുഴുവൻ അദ്ദേഹത്തോട് പറയും. ഞങ്ങളുടെ രണ്ടുപേരും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള രസകരമായ സംഭവങ്ങൾ പറയും, ഏതെങ്കിലും ഒരു കഥയിൽ നിന്ന് ഇൻസ്പയർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതൊക്കെ ചില കഥകൾ താല്പര്യത്തോടു കൂടി കേട്ട് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കഥ കിട്ടിയെന്ന്. പക്ഷെ പിന്നീട് അദ്ദേഹം തന്നെ പറയാല്ല, അത് അതിന് ഇന്ന പ്രോബ്ലം ഉണ്ട്, അത് സിനിമയാക്കിയാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിന്റെ തിരക്കഥയിൽ ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ ഒരു ബ്ലോക്ക് വരും, കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്കത് ബോധ്യപ്പെടും. അങ്ങനെ 2 വർഷങ്ങൾ നടന്ന് ഫൈനലി ചിലപ്പോ സിനിമ സംഭവിക്കും എന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം മറ്റൊരു സംവിധായകന്റെ, യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംവിധായകന്റെ സിനിമ കമ്മിറ്റ് ചെയ്തിട്ട് എന്നോട് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര നിരാശ തോന്നി. കാരണം ഇത്രയും കാലം കാത്തിരുന്നിട്ട് ആളുകളെല്ലാം ചോദിക്കാൻ തുടങ്ങി എന്നാ സിനിമ തുടങ്ങാന്ന്. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ മറ്റൊരു സിനിമ കമ്മിറ്റ് ചെയ്ത് കണ്ടപ്പോ ഭയങ്കര സങ്കടമായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് അത് നേരിട്ട് പറഞ്ഞു, അതൊരു വല്ലാത്ത പരിപാടിയായി പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, നമ്മൾ പോയിട്ട് അഭിനയിച്ചാൽ മതി, എന്തെങ്കിലും ചെറിയ കറക്ഷൻസ് എന്തെങ്കിലും വേണ്ടി വന്നാൽ ചെയ്യണം, അത്രേ ഉള്ളൂ. നമുക്ക് ആ സമയത്ത് നമ്മുടെ സിനിമയുടെ കാര്യം ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ സംഭവിച്ചത്, ആ സിനിമയുടെ സെറ്റിൽ വന്നതിന് ശേഷം ആ തിരക്കഥ ഉപയോഗശൂന്യമാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം സ്വതന്ത്രമായിട്ട് ഒരു പുതിയ കഥയും തിരക്കഥയും എഴുതേണ്ടി വരികയും ചെയ്തു. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇനി ഒരിക്കലും ഈ സിനിമ നടക്കില്ല എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഫൈനലി മറവത്തൂർ കനവ് സംഭവിച്ചു. മറവത്തൂർ കനവിന് ശേഷം ശ്രീനേട്ടന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മനസ്സിൽ തോന്നുന്നത് അപ്പൊ തന്നെ തുറന്നു പറയും എല്ലാവരോടും, ആരാണെങ്കിലും പറയും, ആരെയും പേടിയില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും ബോധറിയില്ല. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നിയത്, അദ്ദേഹത്തിന്റെ മനസ്സിന് തോന്നിയത് അദ്ദേഹം പറയും. അപ്പം അതേസമയം ഇത്രയും ടഫാണെന്ന് തോന്നുന്ന ഒരാള്, പുള്ളിക്ക് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകൾ, അദ്ദേഹത്തിന് വിശ്വാസവും സ്നേഹമുള്ള ആളുകൾ പറയുന്നത് ചിലപ്പോൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുകയും ചെയ്യും, അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും. അങ്ങനെ മറവത്തൂർ കനവ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഡബിങ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി, അദ്ദേഹം ഡയറക്ട് ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയി. അപ്പൊ ഈ ഡബിങ്ങിന് വന്ന ഡബ് ചെയ്ത് ചില നടന്മാര് അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അവര് ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ക്ലൈമാക്സ് ഒന്നും ശരിയായിട്ടില്ല, നിങ്ങളുടെ സ്ക്രിപ്റ്റ് അയാൾ വേണ്ട അർത്ഥത്തിൽ മനസ്സിലാക്കാതെയാണ് ചെയ്തിരിക്കുന്നത്, അത്ര എഫക്റ്റീവ് ആയിട്ടില്ല, അത് മറ്റൊരു സംവിധായകനായിരുന്നെങ്കിൽ നന്നായേനെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആകെ അപ്സെറ്റായി. അങ്ങനെ അദ്ദേഹം ഡബ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡബ് ചെയ്യാൻ പറ്റില്ല, എന്റെ സിനിമ അവൻ നശിപ്പിച്ചു എന്നൊക്കെ മറ്റാളുകളോട് അദ്ദേഹം പറഞ്ഞു. അതെനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കി. പക്ഷെ പിന്നീട് അദ്ദേഹം വന്ന് ഡബ് ചെയ്തു, പോയി സിനിമ റിലീസ് ചെയ്തു. സിനിമ റിലീസ് ചെയ്ത് 83-ാം ദിവസം തിയേറ്ററിൽ ഓടുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഒരു പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു, അവർക്ക് രണ്ടുപേർക്കും കൊണ്ടുപോയി 2 ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മുടെ സിനിമ 83-ാം ദിവസം എറണാകുളത്ത് മൈമൂണിൽ ഓടുകയാണ്, ശ്രീനേട്ടനൊന്ന് തിയേറ്ററിൽ കാണണം എന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് സെക്കൻഡ് ഷോയ്ക്ക് ആ സിനിമയ്ക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നീ നന്നായി ചെയ്തിട്ടുണ്ട്, എന്നെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചാണ്. അപ്പൊ ആരാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. അവർക്കത് മനസ്സിലാവാത്തോണ്ടാണ്, സൗണ്ടും എഫക്ട്സും ഒന്നും മ്യൂസിക്കും ഒന്നും ഇല്ലാതെ കണ്ടപ്പോ അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. പക്ഷെ സിനിമ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് തുറന്നു പറയാനുള്ള മനസ്സും അദ്ദേഹത്തിന്റെ. ആ 83 ദിവസങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ തുറന്നു പറഞ്ഞു. പിന്നീട് എപ്പോഴും ഉടനെ തന്നെ ഒരു പടം നമുക്ക് വീണ്ടും ചെയ്യാം എന്നൊക്കെ വാക്ക് വന്നു. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. പിന്നീട് അറബിക്കഥ എന്ന് പറയുന്ന സിനിമയാണ് ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറത്തിന്റെ തിരക്കഥയില് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. ആ കഥ കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ പോയി ചെന്ന് കണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന് അത് ഇഷ്ടമായി. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് കൂടി ചേർത്തിട്ട് ആ സിനിമ ഇറങ്ങി.
ആ സിനിമ പിൽക്കാലത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്ന സിനിമ, അത് യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തെ കണ്ടതാണ്. അപ്പോ എന്താണ് അടുത്ത പരിപാടി എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഡയമണ്ട് നെക്ലസ് എന്നുള്ള പേരിൽ ഇക്ബാലുമായിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട്, അപ്പൊ എന്താ അതിന്റെ കഥ എന്ന് ചോദിച്ചപ്പോ ഞാൻ അതിന്റെ കഥ വിശദമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായ കഥ. അപ്പൊ ഞാൻ പറഞ്ഞു അതിലൊരു ചെറിയ ക്യാരക്ടർ ഉണ്ട്, ശ്രീനേട്ടന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു അറബിക്കഥയുടെ ഒക്കെ ഒരു എക്സ്റ്റൻഷൻ പോലെ ആയിരിക്കും ആ ക്യാരക്ടർ വരിക. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു മെക്കാനിക്കാണ്. അദ്ദേഹം സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. അപ്പൊ എല്ലാ കാലത്തും വളരെ താല്പര്യപൂർവ്വം എന്റെ കഥകൾ കേൾക്കാനും എന്റെ പുതിയ പരിപാടികൾ. ശ്രീ ലാൽ ജോസ്, ഇപ്പൊ അങ്ങ് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തുമാത്രം ഓർമ്മകളാണ്, എന്തുമാത്രം കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ശ്രീനിവാസനുമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്നത്. ഇപ്പം പലപ്പോഴും കേട്ടിരുന്ന തിരക്കഥ പൂർത്തീകരണം ഈ ചിത്രീകരണ വേളയിലാണ് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ ശ്രീനിവാസൻ ചിത്രീകരണം നടക്കുന്നതിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തിരക്കഥ പൂർത്തീകരിക്കുമെന്ന്. അപ്പൊ അന്നും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ? മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമ തുടങ്ങുമ്പോ ഞങ്ങൾക്ക് ഫസ്റ്റ് ഹാഫിന്റെ വൺ ലൈനും സെക്കൻഡ് ഹാഫിന്റെ കഥയും മാത്രമേ ഉള്ളൂ. ഞാനൊരു ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന ആളാണ്. ഞാൻ ലൊക്കേഷനിലേക്ക് പോകുന്നത് ഫസ്റ്റ് ഹാഫിന്റെ വൺ ലൈനും സെക്കൻഡ് ഹാഫിന്റെ കഥ മാത്രവുമായിട്ടാണ്. അപ്പൊ ഷൂട്ടിങ്ങിന്റെ ആദ്യ ദിവസം അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ചെയ്യാവുന്ന സീൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിന്റെ ഇടയിൽ വരുന്ന ഒരു സീനാണ്. അപ്പൊ അന്ന് ഞാൻ ശ്രീനേട്ടനോട് പറഞ്ഞു, ശ്രീനേട്ടൻ നമുക്ക് ഫസ്റ്റ് ഹാഫിന് വൺ ലൈൻ ഉണ്ട്, അറ്റ്ലീസ്റ്റ് സീനുകളുടെ ഒരു ഓർഡർ അറിയാം, സെക്കൻഡ് ഹാഫിന്റെ ഓർഡർ എനിക്കറിയില്ല, നമ്മൾ ഈ പർട്ടിക്കുലർ സീനാണ് ചെയ്യേണ്ടത്, അതങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നീ നാളെ രാവിലെ വന്നു വന്നു, നീ പോയി ലൊക്കേഷനൊക്കെ കണ്ടോ? അപ്പൊ കഥ മനസ്സിലുണ്ട്, രണ്ടുപേരും വളരെ വ്യക്തമായിട്ട് മനസ്സിലുണ്ട്, ഓരോ സീനുകളും മനസ്സിലുണ്ട്. പക്ഷെ അത് ഒരു ഓർഡറിൽ എഴുതിയിട്ടില്ല. ഞാൻ രാവിലെ അദ്ദേഹത്തിന്റെ റൂമിൽ ഇങ്ങനെ വിറച്ച് ചെല്ലുകയാണ്, കാരണം ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. ചെല്ലുമ്പോ അദ്ദേഹം സീൻ നമ്പർ 62 എന്ന് എഴുതിയിട്ട് ആ സീൻ എന്റെ കയ്യിൽ തരികയാണ്. അപ്പം അതിന്റെ മാജിക് എന്താണെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ആ ധൈര്യം എന്താണെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ആ സിനിമ മുഴുവൻ സെക്കൻഡ് ഹാഫ് ഷൂട്ട് ചെയ്യുന്നത് വൺ ലൈൻ പോലും ഇല്ലാതെ നേരിട്ട് സീനുകൾ എഴുതിയിട്ടാണ്. ഓക്കെ. ശ്രീ ലാൽ ജോസ്, ഇപ്പം ശ്രീനിവാസൻ എന്ന നടനെയും തിരക്കഥാകൃത്തിനും അങ്ങേക്ക് മുൻപും പരിചയമുണ്ടല്ലോ. ഇപ്പം ശ്രീനി കമൽ കൂട്ടുകെട്ടിൽ ഒരുപാട് നല്ല ചിത്രങ്ങൾ ഒരുങ്ങിയിരുന്നു, അതിലൊക്കെ അങ്ങ് സഹസംവിധായകനുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലങ്ങളിൽ ആ സൗഹൃദങ്ങൾ, വർത്തമാനങ്ങൾ, ആ നിമിഷങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ കഴിയും ഇപ്പോൾ? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് പല ശ്രീനേട്ടന്മാരുണ്ട് തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ, പല ശ്രീനിവാസനുണ്ട്. കാരണം പ്രിയദർശൻ സാറിന് വേണ്ടിയിട്ട് എഴുതുമ്പോ അത് വേറെ ശ്രീനേട്ടനാണ്, സത്യേട്ടന് വേണ്ടി എഴുതുമ്പോ അത് മറ്റൊരു ശ്രീനേട്ടനാണ്, കമൽ സാറിന് വേണ്ടി എഴുതുമ്പോ മറ്റൊരു ശ്രീനിവാസനാണ്. അപ്പൊ ഈ ഓരോ സംവിധായകരുമായിട്ട് ചേരുമ്പോ അവരുടെ ടേസ്റ്റും അവരുടെ എന്താ പറയണ്ട ദൃശ്യബോധവും ഒക്കെ അദ്ദേഹത്തെ സ്വാധീനിക്കും. അല്ലെങ്കിൽ അദ്ദേഹം അവരിൽ നിന്ന് അവരുടെ എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും സ്വാംശീകരിച്ചിട്ടാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതുന്നത്. ആ ഡിസ്കഷൻ പീരീഡ് എന്ന് പറയുന്നത് തമാശകൾ കൊണ്ട് നിറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ കൗണ്ടർ ഡയലോഗ്സ്, നമ്മൾ ചില സജഷൻസ് പറയുമ്പോൾ അതിനോടുള്ള പ്രതികരണവും, ചിലത് ഭയങ്കര ഇഷ്ടമാകുമ്പോൾ ഉടനെ പോയിട്ട് അദ്ദേഹം നോട്ട് ബുക്കിൽ അദ്ദേഹത്തിന്റെ ബുക്ക് ഡയറി ഉണ്ട്, ആ ഡയറിയിൽ നമ്മൾ പറഞ്ഞ ആ കാര്യം പോയിട്ട് എഴുതിയിട്ട് തിരിച്ച് വരുന്നതും ഒന്നും മറക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഈ അഴകിയ രാവണനിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ താങ്കളും സ്ക്രീനിൽ വരുന്നുണ്ട്. പേരില്ലാത്തൊരു കഥാപാത്രമാണെങ്കിലും തോന്നക്കൽ പഞ്ചായത്തിലെ അരി പെറുക്കുമ്പോൾ താങ്കളും ആ സീനിലുണ്ട്. അപ്പം ആ സീൻ ചിത്രീകരിക്കുന്ന സമയത്ത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, ആ പർട്ടിക്കുലർ സീൻ ശ്രീനേട്ടനും ഇന്നസെന്റ് ഏട്ടനുമായിട്ടുള്ള ഒരു ഭയങ്കര മാനസിക ഐക്യത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സീനാണ്. അത് ഇയാളെല്ലാം തെറ്റിക്കുന്നു, ഡയറക്ടർ ചീത്ത പറഞ്ഞ് കട്ട് പറയുന്നു എന്നാണ് സീനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ആ സീനില് ഇന്നസെന്റ് ഏട്ടന്റെ ഒരു ഭയങ്കര ഇംപ്രവൈസേഷൻ ഉണ്ടായിരുന്നു. അതിലെ പല സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതും കാര്യങ്ങളൊക്കെ ഇന്നസെന്റ് ഏട്ടന്റെ ഇംപ്രവൈസേഷൻ ആണ്. അപ്പൊ ആ സമയത്ത് ശ്രീനേട്ടൻ അവിടെയുണ്ട്. ശ്രീനേട്ടൻ അവിടെ നിന്ന് ചിരിച്ച് മറിയാറ്. ഇങ്ങനെ ചിരിക്കുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മളൊക്കെ ചിരിക്കും, ഒരു തമാശ കേട്ടാൽ നമ്മളിരിക്കും. പക്ഷെ ശ്രീനേട്ടന് ചിരി നിർത്താൻ പറ്റില്ല, അങ്ങനെ ചിരിക്കും.
അപ്പം ഇന്നസെന്റ് ഏട്ടൻ പറയും, നീ ഇങ്ങനെ ചിരിക്കുന്നത് ഒരു വലിയ പ്രോത്സാഹനമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇതുപോലെ എല്ലാവരും ചിരിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയും ഇന്നസെന്റ് ഏട്ടൻ. പക്ഷെ ആ സീൻ പിന്നീട് കാലങ്ങളോളം എപ്പ വരുമ്പോഴും ആളുകളെ ചിരിപ്പിച്ചു. ആ സിനിമയിലെ ഒരു 1-2 സീനിൽ മാത്രമാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒറ്റ സീൻ കൊണ്ടാണ് ഞാൻ കേരളത്തിൽ പോപ്പുലർ ആയത്. കാരണം എല്ലാവർക്കും എന്റെ മുഖം തിരിച്ചറിയാൻ തുടങ്ങിയത്, മുഖവും ശബ്ദവും തിരിച്ചറിയാൻ തുടങ്ങിയത് ആ ഒറ്റ ക്ലിപ്പിലായിരുന്നു, ആ ഒറ്റ സീനിലായിരുന്നു. ഓക്കെ. ശ്രീ ലാൽ ജോസ്, ഇപ്പം തിരക്കഥാകൃത്ത് ഒരു ലെൻസ് ഓഫ് സജഷൻ ഷോട്ടുകളോ അല്ലെങ്കിൽ ക്യാമറ ആംഗിളോ ഒന്നും എഴുതേണ്ട കാര്യമില്ല, തിരക്കഥ അങ്ങ് എഴുതിയാൽ മതി എന്ന് ശ്രീനിവാസൻ തന്നെ പറയുന്നുണ്ട് പലപ്പോഴും. അപ്പം എന്ന് വെച്ചാൽ ഒരു സംവിധായകന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടില്ല എന്നുകൂടി അതുകൊണ്ട് അർത്ഥമാക്കട്ടെ. അല്ല, ചില സമയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മറവത്തൂർ കനവ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു ആക്ഷൻ സീക്വൻസ് മമ്മൂക്ക ജീപ്പ് മറ്റേ മേഘനാഥൻ ജീപ്പ് ഓടിച്ചിട്ട്, മേഘനാഥൻ അല്ല ബാബുരാജ് ജീപ്പ് ഓടിച്ച് വരുന്നതും മമ്മൂക്കനെ ഇടിക്കാൻ ശ്രമിക്കുന്നതും മമ്മൂക്ക തെന്നി മാറുന്നതുമായിട്ടുള്ള ഒരു സീക്വൻസ്, അത് കഴിഞ്ഞിട്ട് അതൊരു ഫൈറ്റിലേക്ക് പോവും. അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്യണ സമയത്ത്, ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ശ്രീനേട്ടൻ വന്നത്. അപ്പൊ ആ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സീൻ ഞാൻ അങ്ങനെയല്ല അതിന്റെ ഒരു ബിഗിനിങ് ഷോട്ട് ഞാൻ വിചാരിച്ചത്, ഞാൻ മനസ്സിൽ കരുതിയത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ശ്രീനേട്ടൻ എഴുതിയ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ശ്രീനേട്ടൻ ഒരു വിഷ്വല് മനസ്സിൽ കണ്ടിട്ടായിരിക്കും ആ സീൻ എഴുതിയിട്ടുണ്ടാവുക. ഞാനത് വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ കിട്ടുന്ന വിഷ്വലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതെന്തായിരുന്നു ശ്രീനേട്ടന്റെ മനസ്സിൽ നിന്ന് എനിക്ക് അറിയില്ലല്ലോ. എനിക്കത് കിട്ടിയത് ഇങ്ങനെയാണ്, അത് എഫക്റ്റീവ് ആയിരിക്കും ശ്രീനേട്ടൻ, പേടിക്കണ്ട, കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ശ്രീനേട്ടൻ വിപിൻ മോഹൻ ചേട്ടനുമായിട്ടും മമ്മൂക്കയായിട്ടും ഒക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പൊ അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു, ഇത് ഓക്കെയാണ് എന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അപ്പൊ അത്തരം കൺഫ്യൂഷൻസ് ഒക്കെ ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ശ്രീ ലാൽ ജോസ്, ഇപ്പം ശ്രീനിവാസൻ എന്ന് പറയുന്ന തിരക്കഥാകൃത്തിനെ കുറിച്ചും സംവിധായകനെ കുറിച്ചും അഭിനേതാവിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോഴും അദ്ദേഹം ഒരു രാഷ്ട്രീയ ജീവി കൂടിയായിരുന്നു. നിങ്ങൾക്ക് ഇരുവർക്കും ഇടയിൽ അത്തരം സംഭാഷണങ്ങളെ കടന്നു വന്നിട്ടുണ്ടോ? ശ്രീ ലാൽ ജോസും ഇപ്പോൾ ചുറ്റുപാടുകളൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കുകയും പകർത്തുകയും ചെയ്യുന്ന ആൾ കൂടിയാണല്ലോ. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കുമല്ലോ അല്ലെ? അല്ല, ശ്രീനേട്ടന്റെ കാര്യത്തില് ശ്രീനേട്ടൻ ചില കാര്യങ്ങള് അദ്ദേഹത്തിന് ചില ദൃഢമായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം മാറിയിട്ടില്ല. അതേസമയം ചില കാലങ്ങൾ ഞങ്ങൾക്കിടയിൽ ഒരു 10-25 വർഷത്തെ ഒരു 10-27 വർഷത്തെ ബന്ധമുണ്ട്. അപ്പൊ ആ ഓരോ കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റവും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാം ഒബ്സർവ് ചെയ്യും, അതില് നല്ലതുകൾ സ്വീകരിക്കും. ചിലപ്പോൾ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ആളുകളെ കുറിച്ച് തന്നെ വളരെ നല്ല കാര്യങ്ങൾ പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നിരീക്ഷണമാണ്. അദ്ദേഹം പുറത്ത് ആളുകളായിട്ട് അധികം ഇടപഴകുക ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളിലും, എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. അദ്ദേഹം പാർഷ്യൽ ആയിരുന്നില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എതിര രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള ആളുകളുടെ ശരിയായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒരു ഇതുമില്ലാതെ സപ്പോർട്ട് ചെയ്യും. അവരുടെ ആ ആർഗ്യുമെന്റിന്റെ കൂടെ നിൽക്കും. ഓക്കെ. ലാൽ ജോസ്, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ശ്രീനിവാസന്റെ തിരക്കഥ അങ്ങ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റൊരു തിരക്കഥയിൽ അദ്ദേഹത്തെയും അങ്ങ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ രണ്ടിലും വ്യത്യാസം അങ്ങക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ശ്രീനേട്ടൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 100% ആ സിനിമയിലേക്ക് ഡിവോട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അത് ആരെഴുതണമെന്നുള്ളതൊന്നും അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല. അത് അദ്ദേഹം ബേസിക്കലി സിനിമയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അത് ഒരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങളുടെ 100% ആ സിനിമയിൽ ഉണ്ടാവണമെന്ന് ഞാൻ പഠിച്ചത്. പല കാര്യങ്ങളും നമ്മൾ പല ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണല്ലോ പഠിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം സിനിമയെ അതീവ ഗൗരവത്തോടെ വീക്ഷിക്കണമെന്നും ഇത് ഒരുപാട് ആളുകളെ
ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു മാധ്യമമാണെന്നും തെറ്റായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ സിനിമ ഉണ്ടാക്കരുതെന്നും ഒക്കെ 100% വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതാത്ത ഒരു സിനിമ അദ്ദേഹത്തിന് വന്ന് റിലാക്സ് ചെയ്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ അഭിനയിച്ചിട്ട് പൈസ മേടിച്ച് പോയാൽ മതി. പക്ഷെ ഇപ്പം അറബിക്കഥ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഡേറ്റിന് ഒരു 4-5 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരാഴ്ച മുമ്പ് വരാം, നമുക്ക് സ്ക്രിപ്റ്റ് ഒക്കെ ഇരുന്ന് വായിക്കുകയും എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയും ചെയ്യാന്ന് പറഞ്ഞു. ഒരാഴ്ച മുമ്പ് അദ്ദേഹം വരേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ അദ്ദേഹം ഒരാഴ്ച മുമ്പ് വന്നു. ഡോക്ടർ ഇക്ബാലും ഞാനും ശ്രീനേട്ടനും ദുബായിൽ ഇരിക്കേണ്ട അവിടെ ഇരുന്ന ഗസ്റ്റുകൾ വരും എന്ന് പറഞ്ഞിട്ട് ഹത്ത എന്ന് പറയുന്ന ഒരു റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത്, മസ്കറ്റിന്റെ ഒക്കെ ബോർഡറിലുള്ള ഹത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ വില്ലേജില് ഞങ്ങള് പോയിരുന്ന് ഈ ആദ്യ സീൻ തൊട്ട് അവസാന സീൻ വരെ ഡിസ്കസ് ചെയ്യും. അതില് ഇപ്പൊ ചില ഡയലോഗുകളിൽ അദ്ദേഹത്തിന്റെ സജഷൻസ്, ചില സീക്വൻസുകൾ ആവശ്യമില്ല, അതിന് പകരം ഇങ്ങനൊരു സീക്വൻസ് ആയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ചിലപ്പോൾ കുറച്ച് വലിച്ചിൽ അനുഭവപ്പെടും, അത് വേണമെങ്കിൽ ഒഴിവാക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഈ സീനുകളെ സ്ക്രിപ്റ്റ് വീണ്ടും നമ്മൾ റീറൈറ്റ് ചെയ്യുകയും റീഅറേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പൊ അങ്ങനെ മറ്റൊരാളുടെ ഒരു തിരക്കഥയില് അങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം ആ സിനിമയെ വിശ്വസിച്ചിരുന്നു, ആ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അത് ഇപ്പൊ എന്റെ സിനിമയോട് മാത്രമല്ല, അദ്ദേഹം അഭിനയിക്കാൻ പോകുന്ന എല്ലാ സിനിമകളിലും അങ്ങനെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ അറബിക് കഥയിലേക്ക് വന്നാൽ ക്യൂബ മുകുന്ദൻ, അത് അങ്ങ് ശ്രീനിവാസനെ മനസ്സിൽ കണ്ട് എഴുതി ഈ ഡയറക്ട് ചെയ്ത ഒരു കഥാപാത്രം, നേരത്തെ തന്നെ ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അത് ശ്രീനിവാസനായിരിക്കണം എന്ന് വിചാരിച്ച് ചെയ്തതാണോ? അതേപോലെ നമ്മൾ ഈ മറവത്തൂർ കനവിലേക്ക് വരികയാണെങ്കിൽ മരുത് എന്നൊരു കഥാപാത്രം, അത് അസാധാരണമായ ശരീരഭാഷയുള്ള സാധാരണ മനുഷ്യൻ അങ്ങനെ തോന്നും ആ കഥാപാത്രത്തെയൊക്കെ കാണുമ്പോൾ. അപ്പോ ഇതൊക്കെ എങ്ങനെയായിരുന്നു? മറവത്തൂർ കനവ് നമ്മള് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ശ്രീനേട്ടൻ ഇതിൽ ഏത് ക്യാരക്ടറായിരിക്കും സെലക്ട് ചെയ്യാന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ശ്രീനേട്ടൻ ഇതിൽ ഏത് ക്യാരക്ടറാണ്, ശ്രീനേട്ടന് ക്യാരക്ടർ ഇല്ലേ ഇപ്പൊ ഇതില് എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു, കുറെ നേരം ഇരുന്ന് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ മരുതാണെന്ന് പറഞ്ഞു. ഞാനത് അദ്ദേഹം ആ ക്യാരക്ടർ സെലക്ട് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച ആ സിനിമയിൽ അദ്ദേഹത്തിന് റോളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. കാരണം മരുത് ഞാൻ ഒരിക്കലും, ശ്രീനേട്ടൻ ആ സിനിമയുടെ തിരക്കഥാകൃത്താണ്, അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു ചെറിയ കഥാപാത്രം, അത്തരത്തിലുള്ള ഒരു കഥാപാത്രം സെലക്ട് ചെയ്യുന്ന വിചാരിച്ചില്ല. പക്ഷെ അദ്ദേഹം മരുതിനെ സെലക്ട് ചെയ്തു. അത് മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്തു. ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ, ഒരു തിരക്കഥാകൃത്ത് അങ്ങനെ പെർഫോം ചെയ്യാന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ അങ്ങോട്ട് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ഈ സമയപരിമിതി കൊണ്ടാണ്. അങ്ങേക്ക് പറയാൻ തോന്നുന്ന, പങ്കുവയ്ക്കാൻ തോന്നുന്ന നല്ല നിമിഷങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ശ്രീ ലാൽ ജോസ്? അത് ഒരു ദിവസം മുഴുവൻ നമ്മളിരുന്ന് സംസാരിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഇടയില് ഞാൻ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ കൂത്തുപറമ്പില് വീട്ടിൽ പോയിട്ട് അവരുടെ തറവാട് വീട്ടിലപ്പോ ആരും താമസിക്കേണ്ടായിരുന്നില്ല, അവിടെ താമസിക്കുകയും ശ്രീനേട്ടൻ രാവിലെ വിമല ടീച്ചർ ഉണ്ടാക്കി കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ടിഫിൻ കാരിയറിലാക്കിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരികയും ഞങ്ങള് ഭക്ഷണം കഴിക്കുകയും അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂത്തുപറമ്പ് പാട്യം കാലത്തെ ക്യാരക്ടേഴ്സ്, ഒരുപാട് കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീടൊന്നും അത് സിനിമയിലൊന്നും വന്നിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതൊക്കെ കഥാപാത്രങ്ങളായിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നു. അതിന് പറ്റിയ ഒരു സബ്ജക്റ്റ് വരുമ്പോ അതിലേക്ക് അതിനെയൊക്കെ സന്നിവേശിപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഒരു സിനിമ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ആ സിനിമയുടെ കഥ അദ്ദേഹത്തോട് ഈ ഫോർട്ട് കൊച്ചി ഭാഗത്തുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വന്ന് പറഞ്ഞിട്ട് ആ കഥ അദ്ദേഹത്തിന് ഇഷ്ടമായി. ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ പെങ്ങളുടെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനേട്ടൻ്റെ നിന്ന് കുറെ പൈസയൊക്കെ മേടിച്ചു. ആ കഥ ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് അത് അദ്ദേഹം ഒരു 1 ലൈൻ
ആ തിരക്കഥയുടെ വൺലൈൻ എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സുമായിട്ട് ആ കഥ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അവരാണ് പറയുന്നത് അതൊരു സ്പാനിഷ് സിനിമയാണ്. അപ്പൊ ഈ വന്ന അസിസ്റ്റന്റ് ഡയറക്ടർ അദ്ദേഹത്തെ ചീറ്റ് ചെയ്തതാണ്. ഒരു സ്പാനിഷ് സിനിമയുടെ കഥ അദ്ദേഹത്തോട് അവന്റെ സ്വന്തം കഥ പോലെ പറഞ്ഞതാ. അതെനിക്ക് വേണം ശ്രീരേട്ടന്റെ ലൈഫിലെ ആദ്യത്തെ ഒരു ചതിക്കപ്പെടുന്ന ഒരു സന്ദർഭമായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലാതിരുന്നോണ്ട് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നതൊക്കെ വേറെ രീതിയിലായിരുന്നു. പിന്നീട് ഞാൻ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുമായിട്ട് വലിയ സാമ്യമൊന്നും നമ്മളുടെ സീക്വൻസുകളിലൊന്നുമില്ല, പക്ഷെ ബേസിക് ഒരു എലമെന്റ് സെയിം ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് വേണ്ട, അങ്ങനെ ഒരു എലമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കഥ മോഷ്ടിച്ചു എന്നേ ആൾക്കാർ പറയുള്ളൂ. ഇങ്ങനെ ഒരാള് ആണ് കഥാകൃത്ത് എന്നൊന്നും ആരും ശ്രദ്ധിക്കില്ല. 1 വർഷത്തോളം അദ്ദേഹം ഞാനുമായിട്ട് ചേർന്ന് ഡിസ്കസ് ചെയ്ത് എഴുതിയ ഒരു തിരക്കഥ ഒരു വിഷമവും ഇല്ലാതെ അദ്ദേഹം മാറ്റിവെച്ചു. ആ ചെറുപ്പക്കാരന് എതിരെ വേണമെങ്കിൽ തട്ടിപ്പിന് കേസ് കൊടുക്കാം. ലക്ഷങ്ങൾ അവന് ആ പെങ്ങളുടെ കല്യാണത്തിന് അദ്ദേഹം കൊടുത്തിരുന്നു. അപ്പൊ അതൊരു വല്ലാത്ത ദുഃഖമായിട്ട് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു സിനിമ മറവത്തൂർ കനവിന് ശേഷം അദ്ദേഹം തിരക്കഥ എഴുതുന്ന ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇല്ലാണ്ടായത്. ഓക്കെ, ശ്രീ ലാൽ ജോസ്, മറ്റൊന്ന്, ഇപ്പം സത്യൻ അന്തിക്കാട് കമലൊക്കെ ആയിട്ട് ജനപ്രിയ ചിത്രങ്ങളുടെ നിര തന്നെ ഉണ്ടായിരുന്നു ശ്രീനിവാസന്. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു തുടർച്ചയായി കൂട്ടുകെട്ടുണ്ടായിരുന്നില്ല, അത് സംഭവിക്കാതെ പോയതാണോ ശ്രീ ലാൽ ജോസ്? അത് പല കാരണങ്ങളുണ്ട്. ഞാൻ ആ സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തിരക്കഥ എഴുതാൻ പോകുന്നു എന്ന് പറയുന്നത് തന്നെ ഇൻഡസ്ട്രിയിൽ വലിയൊരു വാർത്തയായിരുന്നു. കാരണം മെയിൻ സ്ട്രീമില് ശ്രീനേട്ടൻ എപ്പോ ഫ്രീ ആയാലും കൂടെ ഇരിക്കാൻ തയ്യാറായിട്ട് പ്രിയൻ സാറുണ്ട്. എപ്പോ ഫ്രീ ആയാലും പിടിച്ചുകൊണ്ട് പോകാൻ സത്യേട്ടനുണ്ട്. എപ്പോ ഫ്രീ ആയാലും റെഡി ആയിട്ട് നിൽക്കുന്ന കമൽ സാറുണ്ട്. അതുപോലെ മെയിൻ സ്ട്രീം ഡയറക്ടേഴ്സ് മുഴുവൻ ചെയ്തിട്ടില്ലാത്ത, അദ്ദേഹത്തിന്റെ തിരക്കഥകൾ ചെയ്തിട്ടില്ലാത്ത ഡയറക്ടേഴ്സ് കാത്തു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തിരക്കഥയ്ക്ക് വേണ്ടിയിട്ട്. ആ സമയത്താണ് ഒരു പുതിയ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് അദ്ദേഹം തിരക്കഥ എഴുതുന്നത്. അപ്പൊ അത് തന്നെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മീതെ പിന്നീട് ഭയങ്കര പ്രഷർ വന്നിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്ത് തുടങ്ങിയതാണ്. ഒരു കഥയിലൊക്കെ ലാൻഡ് ചെയ്തിരുന്നതാണ്. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തിന് മറ്റു കമ്മിറ്റ്മെന്റുകളൊക്കെ ആയിട്ട് ഇതിനോടൊപ്പം ചേരാൻ പറ്റാതെ ആയിപ്പോയി. അത് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരുപാട് ഡയറക്ടേഴ്സ്, സീനിയർ ഡയറക്ടേഴ്സ്, സുഹൃത്തുക്കള് ഒക്കെ നിൽക്കുമ്പോൾ വീണ്ടും ഒരു സിനിമ ചെയ്യാൻ ആ കാലത്ത് ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പൊ പിന്നെ ഞാൻ അദ്ദേഹത്തെ ഉപദ്രവിക്കണ്ടെന്ന് കരുതി അദ്ദേഹത്തിന്റെ എന്നെ കാണുമ്പം അദ്ദേഹം അസ്വസ്ഥനാവും. കാരണം എന്നോട് വാക്ക് പറഞ്ഞതാണ്, അത് ചെയ്യാൻ പറ്റാത്തതില് അസ്വസ്ഥനാവും. പക്ഷെ അദ്ദേഹം നിസ്സഹായനമായിരുന്നു. അപ്പൊ ഞാനത് അറിഞ്ഞുകൊണ്ട് ഞാൻ മാറിക്കൊടുത്തതാണ്. ഓക്കെ, ശ്രീ ലാൽ ജോസ്, ഇപ്പോൾ മലയാള സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ മാറ്റങ്ങളുടെ ഒരു വലിയ വേലിയേറ്റം നടന്നിട്ടുണ്ട്. മുൻപിൽ നിന്ന്, അല്ലെങ്കിൽ ശ്രീനിവാസന്റെ മുൻപ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മറവത്തൂർ കനവ് ചെയ്യുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴത്തെ മലയാള സിനിമയുടേത്. ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ശ്രീനിവാസൻ ഫാക്ടർ എന്ന് പറയുന്നത് നിലനിൽക്കുന്നുണ്ട്, പ്രസക്തവുമാണ്. ഇന്ന് ശ്രീനിവാസൻ നമുക്കൊപ്പമില്ല, അദ്ദേഹം വിട പറയുകയാണ്. ഇനിയുള്ള കാലവും ആ ഫാക്ടർ എത്രത്തോളം പ്രസക്തമായി ഇവിടെ തന്നെ നിലനിൽക്കും? അതൊരു വലിയ മിസ്സിംഗ് തന്നെയല്ലേ? ശ്രീനേട്ടൻ എല്ലാ കാലത്തും ഒരു മാതൃകയാണ്, റോൾ മോഡലാണ്. കാരണം സിനിമയെ എങ്ങനെയാണ് ഗൗരവത്തോടെ സമീപിക്കേണ്ടത്, എപ്പോഴാണ് ഒരു സിനിമ ചെയ്യേണ്ടത്, ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കേണ്ടത് എപ്പോഴാണ് എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ തീരുമാനങ്ങള് വളരെ കൃത്യതയുള്ളതായിരുന്നു. എത്രയോ എത്രയോ കഥകൾ ഒരു നല്ല, ഇന്നാണെങ്കിൽ എന്തായാലും ആക്കുന്ന കാര്യങ്ങൾ അന്ന് അദ്ദേഹം അതിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതിന്റെ ഒരു ഫൈനൽ സിനിമയുടെ റിസൾട്ട് നെഗറ്റീവ് സന്ദേശം നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടാന്ന് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും സിനിമ മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സിനിമയുടെ കഥകളുടെ സ്ട്രക്ചറൊക്കെ മാറിയിട്ടുണ്ടാവാം. പക്ഷെ ശ്രീനേട്ടൻ എല്ലാ കാലത്തും
പ്രസക്തിയുള്ളത് സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ അപ്രോച്ചിന്റെ പേരിലാണ്. പിന്നെ അദ്ദേഹത്തെ പോലെ ജീനിയസ് ആയിട്ടുള്ള ഒരാള്, റിയൽ ലെജൻഡ്. നമ്മളിപ്പോ എല്ലാവരെയും അസ്ഥാനത്തൊക്കെ ലെജൻഡ് എന്ന് വിളിക്കും, പക്ഷെ ശ്രീനേട്ടൻ ഒരു ട്രൂ ലെജൻഡായിരുന്നു. ഓക്കെ, എനിക്കറിയാം ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടം അത് ശ്രീനിവാസനെ സ്നേഹിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് മനസ്സിന് ഏറെ ഭാരം നൽകുന്ന, കനം നൽകിയിരിക്കുന്ന നിമിഷമാണ്. പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് അത്രമേൽ നമുക്ക് വിവരിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ളൊരു വിഷമഘട്ടമായിരിക്കുമെന്ന് പറയാം. പക്ഷേ ഇതിനിടയിലും ഞങ്ങൾക്കൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചതിനും ആ ഓർമ്മകൾ, ഞങ്ങൾ അറിയാത്ത എത്രയോ കാര്യങ്ങളാണ് ഇപ്പോൾ അങ്ങ് പങ്കുവെച്ചത്. അപ്പോൾ ആ ഓർമ്മകൾക്ക് ഒത്തിരി സന്തോഷം. ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു.